മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒട്ടനവധി ആളുകളോട് വരുന്നത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഒരു 10-20 വർഷം ജോലി ചെയ്ത് അല്ലെ 15 വർഷം ജോലി ചെയ്ത ആളുകൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, ഞാൻ ചോദിക്കട്ടെ, 2 മക്കള് അവരുടെ ഹയർ സ്റ്റഡിക്ക് പോയി അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവര് അധ്വാനിച്ച പൈസ മുഴുവനും തന്നെ അതവിടെ പോകും. പിന്നെ പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം 10-20 വർഷം ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവരുടെ സാമ്പത്തിക നില മൊത്തം അവിടെ തീർന്നു എന്നുള്ളതാണ്. വേറൊരു പൈസ അവരുടെ അക്കൗണ്ടിൽ പോലും ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഗൾഫിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവർ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് 100% അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഗൾഫിൽ അവർക്ക് നല്ല സാലറി ഉള്ളവരാണ്. ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരെന്തുകൊണ്ടാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നത്? 10, 15, 20 വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്ത നേഴ്സുമാര് അവരവരുടെ ഏറ്റവും ടോപ്പ് ഹൈ ഡിഗ്രിയിൽ പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരൊക്കെയാണ് ഇവിടെ വന്നിട്ട് സീനിയർ കെയർ ആയിട്ട് ജോലി ചെയ്യുന്നത്. എത്രയോ പേരെ എനിക്കറിയാം. അവരെന്തിനാ ഈ സീനിയർ കെയർ ആയിട്ട് ഇവിടെ വന്നത്? അവർക്ക് 100% ഉറപ്പുണ്ട് അവിടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ എന്തോ ഒന്ന് ഇവിടെ അവർക്ക് കിട്ടും എന്നല്ലെങ്കിൽ നാളെ. അതൊരു പക്ഷേ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം, ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റമായിരിക്കാം, ഈ രാജ്യത്ത് അവർക്ക് സെറ്റിൽ ചെയ്യാം, അവർക്ക് വീടെടുക്കാം, അവരുടെ ജനറേഷൻ ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് ചെല്ലുന്നത്? 10, 15, 20 വർഷം ഞങ്ങൾ വിദേശത്ത് ജീവിച്ച ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് ഞങ്ങളുടെ 2-3 കോടി രൂപയുണ്ട്. ഈ പൈസയും കൊണ്ട് ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഫണ്ട് അവിടെ എങ്ങനെ വിനിയോഗിക്കണം? വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് അത് മുഴുവൻ നഷ്ടപ്പെടുവല്ലാതെ തിരിച്ചു കിട്ടില്ല. ഒരു ഗവൺമെന്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, ഒരു നിയമപാലകരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, യാതൊരു ഹ്യൂമൻ റൈറ്റ്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് അവിടെ കിട്ടുക? ഈ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ളവർ ആ പൈസ കൊണ്ട് അവരുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിന്റെ രക്തമൊഴുക്കി പണിയെടുത്ത കാശ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കളയാൻ അവർ തയ്യാറല്ല. അവർക്ക് അവിടെ കിട്ടുന്ന നീതി, അവർക്ക് എന്ത് നീതിയാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അവർ ഈ രാജ്യം വിട്ടു പോകുന്നത്. അപ്പൊ മാത്രമാണോ അവരുടെ ലൈഫ് സെക്യൂരിറ്റി, രാഷ്ട്രീയമോ കൊലപാതകങ്ങളും മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ആരും തെരഞ്ഞെടുക്കുന്നതിൽ എന്താ തെറ്റുള്ളേ? ഒച്ചപ്പാടും ബഹളവും ഹർത്താലും മനുഷ്യന് സമാധാനപരമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഏതൊരു രാജ്യത്ത് മനുഷ്യന് സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമോ? അതും മറ്റൊരു രാജ്യത്ത് പോയി 10-20 വർഷം ജീവിച്ചിട്ട് വന്ന ആളുകൾക്ക് തിരിച്ചവിടെ പോയി ജീവിക്കാൻ പറ്റുമോ? അവർക്ക് എന്ത് നീതിയാണ് അവിടെ ലഭിക്കുന്നത്? ആ നീതിയുള്ള സ്ഥലം തേടി അവർ പോകുന്നതിൽ എന്താ തെറ്റുള്ളേ? അങ്ങനെ ആയതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ ഈ രാജ്യം വിട്ടു പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് +2 കഴിയുമ്പോഴേ ഉള്ള പറമ്പും വീടും കൂടും വിറ്റിട്ട് മാതാപിതാക്കൾ നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടൂ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവസ്ഥയിലാണ് ഇന്ന് പലരും. ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹം എന്തുകൊണ്ട് നേരിടുന്നു? നമ്മുടെ കേരളം എന്തുകൊണ്ട് നേരിടുന്നു? ഇത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? വേദനയോടുകൂടിയാണെന്ന് പറയുന്നത്. സ്വന്തം നാടിനെ ഇന്നും സ്നേഹിക്കുന്ന ആ ഒരു നമ്മുടെ മനസ്സിന്നും ആ ഒരു നാടിനോടുള്ള കൂറ് പുലർത്തുന്നുണ്ട്. നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയാൽ മതിയായിരുന്നോ? നമ്മുടെ നാടിൽ നിന്ന് ഇതാണോ നമ്മൾ പ്രതീക്ഷിച്ചത്? കാലാകാലങ്ങളിൽ മാറി വരുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാര് ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സമൂഹത്തിലുള്ള ജനങ്ങളോട് എന്ത് നീതിയാണ് പുലർത്തുന്നത്? ആ നീതിയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് സെക്യൂരിറ്റി ഉണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ പ്രൊട്ടക്ഷനാണ് ജനങ്ങൾക്ക് ആവശ്യം. അവർക്ക് നീതി ലഭിക്കുന്നു എല്ലാ അർത്ഥത്തിലും. നിങ്ങളെ രാജ്യം തേടി പോകുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി പണിതിട്ടിരിക്കുന്ന വീടുകൾ അനാഥാലയങ്ങളായിട്ട് മാറണോ? ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാളെ മാറണോ കേരളം? ലോകത്ത് ഏതൊരു രാജ്യവും നിങ്ങൾ എടുത്തോളൂ, ആ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്രമാത്രം കാശ് മുടക്കി വീട് പണിത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യമുണ്ട്? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കേ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്രയും വർണ്ണമനോഹരമായ സൗധങ്ങൾ പണിത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ആ വീടുകളൊക്കെ ആളില്ലാതെ വാച്ച്മാൻമാർക്ക് ഇട്ടുകൊടുത്തിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കുടിയേറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കേണ്ടത്. കോടിക്കണക്കിന് രൂപ മുടക്കി പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും പണിതിട്ടില്ലേ? ഇവിടെയൊക്കെ നാളെ ആളുണ്ടാവുമോ? ആരാധന നടത്താൻ ആളുണ്ടാവുമോ? അപ്പൊ പിന്നെ ഇതൊക്കെ ഒരു കാലത്ത് ആരുമില്ലാതെ അന്യം വന്നു പോകണമെന്നാണോ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്നതെങ്കിൽ ആ നാടിന്റെ അവസ്ഥ എത്ര ദയനീയമാണ്. അപ്പം ഈ ജനം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം ഒരു ഗവൺമെന്റ്. അങ്ങനെ കഴിയുന്ന ഒരു ഗവൺമെന്റിന് മാത്രമേ രാജ്യത്തിലെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ നാട് വിട്ടു പോകുന്നത്? ഒരു MBBS പഠിച്ച ഒരു ഡോക്ടറും LLB പഠിച്ച ഒരു അഡ്വക്കേറ്റും ആ രാജ്യം വിടാനുള്ള കാരണം എന്താണ്? എത്രമാത്രം ആളുകൾ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ട് അവിടുന്ന് രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി എന്ത് തൊഴിലും ചെയ്യാൻ അവർ തയ്യാറാവുന്നത് എന്തിന്റെ പേരിലാണ്? അവരുടെ ജീവിതത്തിൽ അവർക്ക് അവിടെ കിട്ടാത്ത മറ്റെന്തോ ഇവിടെ കിട്ടുന്നു, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കിട്ടുന്നു എന്നത് തന്നെയാണ് അതിന്റെ സത്യം. ഇത് തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തിലെ ഭരണകർത്താക്കന്മാർക്ക് കഴിയാത്തടത്തോളം കാലം ഒരു മനുഷ്യരും നാട്ടിൽ നിൽക്കുകയില്ല എന്ന് പറയുന്നു. നിങ്ങൾ കൃത്യമായിട്ട് കുറിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യരും നാട്ടിൽ നിൽക്കില്ല. അവിടെ അവർക്ക് സപ്പോർട്ട് കിട്ടണം. അവിടെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടും കിട്ടണം. അത് കിട്ടാത്തടത്തോളം കാലം അവർക്ക് അവിടെ ഒരു പ്രോത്സാഹനം വേണ്ട. പക്ഷെ അവരെ നശിപ്പിക്കരുത്.
അവരെ ആ നാട്ടിൽ നിർത്താൻ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ട് വന്നാൽ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഗവൺമെന്റ് മിഷനറി നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിലേക്ക് ജനം തിരിച്ചൊഴുകും. വിദേശ രാജ്യങ്ങളിൽ പോയ ഏതെങ്കിലും ഒരാളുകൾ ഗൾഫ് മിഡിൽ ഈസ്റ്റ് അല്ലാതെ ഏതെങ്കിലും യൂറോപ്പ്, അമേരിക്ക, കാനഡ, ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആരെങ്കിലും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നാട്ടിലുള്ള സ്വത്തുക്കളും വീടും പറമ്പും അവരുണ്ടാക്കിയ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും അവർ വിറ്റിട്ട് അവർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളും തിരിച്ചു കൊണ്ടുപോകുന്നില്ലേ? എന്താ കാരണം? അവർക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. സ്വന്തം ജനിച്ച നാട്ടിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മറ്റെന്തൊരു നാണം കെട്ട ഒരു ജീവിതമാണ് ആ രാജ്യത്തിൽ അവർക്ക് കിട്ടുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് സംവിധാനമാണ് ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളത്? ആദ്യം അവർ ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ഒരു തീരുമാനത്തില്ലാതെ ആ രാജ്യത്ത് എവിടെയാണ് അവരുടെ സമ്പദ്ഘടന വർദ്ധിക്കുന്നത്? സോ ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, ഇത് പൊളിറ്റിക്സ് ആണെന്ന് ആരും കരുതരുത്. ഒരു